Hello friends, എല്ലാവർക്കും PSC Tips and Tricks ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക് ആണ് ടെൻസസ്. അപ്പോൾ ടെൻസസിന്റെ നമ്മൾ ഓൾറെഡി 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് മൂന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസ് ആണ് പഠിച്ചത്. പാസ്റ്റ് ടെൻസിൽ ഏതൊക്കെ പഠിച്ചു? സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. When I reached the railway station, the train had left. When I reached the railway station, the train had left. എന്താണ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേനും ട്രെയിൻ അവിടെ നിന്ന് പോയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ആദ്യം നടന്ന കാര്യം ഏതാണ്? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അല്ലേ? ട്രെയിൻ പോയിട്ടുണ്ട്, അതിനുശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം എന്താണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ്, പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കംപ്ലീറ്റ് ആയിട്ട്, ആക്ഷൻ കംപ്ലീറ്റ് ആണ്, പാസ്റ്റിൽ മുഴുവനായിട്ട് നടന്നൊരു കാര്യമാണ്. ഇവിടെ 2 ഇതുണ്ട് അല്ലേ? അതായത് ട്രെയിൻ പോയി എന്നുള്ളത് ആദ്യം കാര്യം, അതിനുശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സെൻറ്റൻസിൽ നമ്മൾ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കുന്നത്, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നത്. ആദ്യം നടന്നത് ഏതാണ്? ഇവിടെ ട്രെയിൻ പോയി എന്നുള്ളതാണ് അല്ലേ? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് ആദ്യം നടന്ന കാര്യം. അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ ആദ്യം നടന്നത് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റും ആദ്യത്തെ ഇതിന് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റുമാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് V2 അല്ലേ? അപ്പോൾ വെൻ ഐ റീച്ച്ഡ്, ഐ സബ്ജക്റ്റ്, റീച്ച്ഡ് എന്ന് പറയുന്നത് V2 ഫോമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ ഹാഡ് റിട്ടേൺ ദ ലെറ്റർ. ഐ ഹാഡ് റിട്ടേൺ ദ ലെറ്റർ ബിഫോർ ഹീ അറൈവ്ഡ്. എന്താണ്? അവൻ വരുന്നതിന് മുന്നേ ഞാൻ എന്താണ് ലെറ്റർ എഴുതി കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ബിഫോർ ഹി അറൈവ്ഡ് അല്ലേ? ആദ്യം നടന്ന കാര്യം ഏതാണ്? ലെറ്റർ എഴുതി തീർന്നിരുന്നു അല്ലേ? ലെറ്റർ എഴുതി കഴിഞ്ഞു, അവൻ വരുന്നതിന് മുന്നേ എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന കാര്യം ഏതാണ്? ലെറ്റർ എഴുതി എന്നുള്ളത് തന്നെയാണ് ആദ്യം നടന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റ് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അറൈവ്ഡ് എന്ന് പറയുന്നത് V2 ഫോമാണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞു, പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞൊരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു കാര്യം കൂടെ നടക്കുന്നത്. അങ്ങനത്തെ കേസ് വരുന്നതിൽ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് സ്ട്രക്ചർ ഒന്ന് എഴുതാം അല്ലേ? സ്ട്രക്ചർ എഴുതുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞു രണ്ടാമത് നടക്കുന്ന കാര്യത്തിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് V1 ആണ് അല്ലേ? ഇനി പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഐ ഹാഡ് ആണ്. അപ്പോൾ ഇത് ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട് പ്ലസ് എന്താണുള്ളത്? ഇവിടെ ട്രെയിൻ ഹാഡ് ആണ് അല്ലേ? ഇവിടെയും ഐ ഹാഡ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് അടുത്തത് വരുന്നത് എന്താണ്? ഹാഡ് ആണ് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ഇവിടെ വരുന്നത് എന്താണ്? ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, റിട്ടേൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏത് ഫോമാണ് വരുന്നത്? V3 അല്ലേ? റിട്ടേൺ എന്ന് പറയുന്ന ഏത് ഫോമാണ്? V3 ഫോമാണ്. റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്നാണ് വരുന്നത്. അപ്പോൾ V3 ഫോം ഓഫ് ദി വെർബാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, പിന്നെ എന്താണ്? ബാക്കി എന്തെങ്കിലും റിമൈനിങ് പാർട്ട് ഉണ്ടെങ്കിൽ അതും, റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഹാഡിൻ്റെ കൂടെ എന്താണ് വരുന്നത്?
V3 ആണ്. ഇതേ സംഭവം നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്? പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാഡിന്റെ പകരം എന്തായിരുന്നു? ഹാസ് ഓർ ഹാവ് അല്ലെ? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് എന്തെന്ന് പഠിച്ചത്? പ്രസന്റ് പെർഫെക്റ്റ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ് വരിക? V3 ഫോം ഓഫ് ദി വെർബ് ആണ് വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ് വരുമ്പോൾ V3 ആണ് വരിക. ഹാസും ഹാവും വരുന്നത് എവിടെയാണ്? പ്രസന്റ് പെർഫെക്റ്റിലാണ് വരുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നത് ഹാഡ് ആണ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസും ഹാവും വരും. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നത് എന്താണ്? ഹാഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആക്ഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ആദ്യം നടന്ന കാര്യത്തെ അല്ലെ, രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിയുമ്പോഴത്തേനും അടുത്ത കാര്യം നടക്കുന്നു. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നുള്ളതാണ് എന്തിൻ്റെ ഫോം എന്ന് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കിട്ടിയോ? അടുത്തത് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഹി ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ഐ റീച്ച്ഡ് ദർ. ഹി ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ഐ റീച്ച്ഡ് ദർ. എന്താണ്? ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് ഹി ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം അവൻ എന്തായിരുന്നു? വായിക്കുകയായിരുന്നു അല്ലെ? ഇപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, അതിന് മുൻപ് അവൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം. ദ ബോയ്സ് ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours ബിഫോർ ദേ റീച്ച്ഡ് ഹോം. ഇപ്പൊ അവരെന്താണ്? ബോയ്സ് ഇപ്പൊ വീട്ടിലുണ്ട്. അവർ വീട്ടിലെത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യായിരുന്നു? അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പൊ അവരെവിടെയാണെന്നുള്ളതാണ്. ഇപ്പൊ അവരെവിടെയാണ്? വീട്ടിലാണ്. പക്ഷെ വീട്ടിൽ വരുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യായിരുന്നു? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഹി ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ഐ റീച്ച്ഡ് ദർ. ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തുന്നതിന് മുന്നേ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം എന്താണോ അതിന് മുന്നേ നമ്മൾ ഓക്കെ പാസ്റ്റിൽ എന്താണ് കഴിഞ്ഞു പോയൊരു കാര്യം ഓക്കെ നമ്മൾ ഇപ്പം എവിടെയാണോ അതിന് മുന്നേ നടന്നൊരു കാര്യം പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പം അതായത് ഞാൻ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ എന്താണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? വിദേശത്താണ്. അതിന് മുന്നേ ഞാൻ ഇത് ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെയാണോ അതിന് തൊട്ട് മുൻപ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം പറയാൻ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് പൂർണ്ണമാണ്, പക്ഷെ ഇപ്പം നമ്മൾ എവിടെയാണെന്നും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ദ ബോയ്സ് ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours ബിഫോർ ദേ റീച്ച്ഡ് ഹോം. അപ്പോൾ ഇപ്പോൾ ബോയ്സ് വീട്ടിലാണ്, അവിടെ എത്തുന്നതിന് മുന്നേ, വീട്ടിൽ വരുന്നതിന് മുന്നേ അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് സൂചിപ്പിക്കുന്ന എന്താണ്? ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഹി ഹാഡ് ബീൻ റീഡിങ് 4 hours അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഹി എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലേ? ദ ബോയ്സ് എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഉണ്ട് പ്ലസ് പിന്നെന്താണ് വരുന്നത്? ഹാഡ് ബീൻ. ഇവിടെയും ഉണ്ട് ഹാഡ് ബീൻ അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ അല്ലേ? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പിന്നെന്താണ്? റീഡിങ്, പ്ലേയിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വെർബിൻ്റെ ING ഫോമാണ് അല്ലേ? വെർബ് പ്ലസ് ING പ്ലസ് പിന്നെ ബാക്കിയുള്ളത് അല്ലെ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസും കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയാനായിട്ട് സൂചിപ്പിക്കുന്ന ടെൻസാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ് എന്ത്?
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും പഠിച്ചു. ഇപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പഠിച്ചു. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു, പ്രസൻറ്റ് ടെൻസും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഫ്യൂച്ചർ ടെൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നോക്കാം. ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഭാവി കാലം അല്ലേ. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഭാവിയാണ്. അപ്പോൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസും നമ്മൾ പഠിച്ചതുപോലെ തന്നെ 4 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന് എക്സാമ്പിൾ നോക്കാം. ഹി വിൽ കം ഹിയർ ടുമോറോ. ഹി വിൽ കം ഹിയർ ടുമോറോ. അവൻ നാളെ ഇവിടെ വരും അല്ലെ. വരും, നാളെ വരും എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ. ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ എന്താണ്? ഞാൻ ലെറ്റർ എഴുതും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഫ്യൂച്ചർ. അപ്പം അതിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ നാളെ അല്ലെ, അവൻ നാളെ ഇവിടെ വരും, ഞാൻ നാളെ എഴുതും. അപ്പം നാളെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നത് സിമ്പിളായിട്ട് പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഞാൻ എഴുതും, അവൻ വരും എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു കാര്യത്തെ പറയുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ, ഇവിടെ ഷാൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഹി എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നമ്മൾ പ്രൊനൗൺ പഠിച്ച സമയത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഇനി അത് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്ന് പോയി ക്ലാസ് കണ്ടു നോക്കാം കേട്ടോ പ്രൊനൗണിൻ്റെ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ആണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനാണ് എന്ത്? ഫസ്റ്റ് പേഴ്സൺ. ആരാണോ സംസാരിക്കുന്നത് അവരാണ് ഫസ്റ്റ് പേഴ്സൺ. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങളോടാണ് അല്ലേ. അപ്പം നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരാണ് സെക്കൻഡ് പേഴ്സൺ. സംസാരിക്കുന്ന ഞാൻ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്, അപ്പം നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഇനി നിങ്ങളോട് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് തേർഡ് പേഴ്സൺ. അല്ലെങ്കിൽ നമ്മൾ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് അവരാണ് തേർഡ് പേഴ്സൺ അല്ലേ. നമ്മളിപ്പോൾ അവരെ കുറിച്ച് സംസാരിച്ചു, അവരെ കുറിച്ച് സംസാരിച്ചു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംസാരിക്കുന്ന ആൾ ഫസ്റ്റ് പേഴ്സൺ, ആരോടാണോ സംസാരിക്കുന്നത് അവർ സെക്കൻഡ് പേഴ്സൺ, ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ എപ്പോഴും ഷാലാണ് യൂസ് ചെയ്യുക. സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയും തേർഡ് പേഴ്സൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹി എന്ന് പറയുന്നത് എന്താണ്? അവൻ, അവൾ എന്നൊക്കെ പറയുമ്പോൾ അത് തേർഡ് പേഴ്സൺ ആണ് അല്ലേ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരാണ്? ഐ അല്ലേ, ഞാൻ, നമ്മൾ, ഞാൻ സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇനി നിങ്ങളോടാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഇനി അവനെക്കുറിച്ച്, അവളെക്കുറിച്ച്, അതിനെക്കുറിച്ച്, അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരാണ് എന്ത്? തേർഡ് പേഴ്സൺ. ഹി, ഷീ, ദേ, ഇറ്റ് എന്നൊക്കെ വരുന്നതാണ് എന്ത്? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ ഫസ്റ്റ് പേഴ്സൺ അതായത് ഐ, വിയുടെ കൂടെയൊക്കെയാണ് ഷാല് യൂസ് ചെയ്യുക. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൻ്റെ കൂടെയാണ് വില്ല് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഐയുടെ കൂടെ വില്ല് യൂസ് ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യും. എപ്പോഴത്തെ കേസിലാണെന്നറിയോ? ഇപ്പോൾ ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ലെറ്റർ എഴുതും, അത്രയേ ഉള്ളൂ അല്ലേ. ഇവിടെ വില്ല് വന്നാൽ ഐ വിൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ലെറ്റർ എഴുതും. ഐ വിൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ലെറ്റർ എഴുതിയിരിക്കും. അതായത് ദൃഢമായിട്ടുള്ളൊരു നിശ്ചയമാണത്. ഒരു ദൃഢനിശ്ചയത്തെ, ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ, ഐയുടെ കൂടെയും വിയുടെ കൂടെയൊക്കെ വില്ല് ചേർക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ വില്ല് ഐയുടെ കൂടെ ചേർക്കണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു ദൃഢനിശ്ചയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ നമ്മൾ സാധാരണ ഞാനൊരു ലെറ്റർ എഴുതും, ഞാനൊരു പാട്ട് പാടും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഐ ഷാലാണ് യൂസ് ചെയ്യുക.
ഞാൻ പാടിയിരിക്കും എന്ന് പറയണമെങ്കിൽ ഐ വിൽ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ദൃഢനിശ്ചയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യും, ഐയുടെ കൂടെയും വിയുടെ കൂടെയൊക്കെ. അല്ലാത്ത കേസിൽ നമ്മൾ ഷാലാണ് യൂഷ്വലി ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് സ്ട്രക്ചർ എഴുതാലോ. ഇവിടെ ഹി ആണ്, ഇവിടെ ഐ ആണ്. നമുക്കറിയാം എന്താണത്, സബ്ജക്റ്റ് ആണ് അല്ലേ. ഹിയും ഐ ഒക്കെ സബ്ജക്റ്റ് ആണ്. പ്ലസ് വില്ല് ഷാൽ അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. അപ്പോൾ വിൽ ഓർ ഷാൽ നമ്മൾ യൂസ് ചെയ്യും. പ്ലസ് എന്താണ്, കം, റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഫോം ആണ് അല്ലേ. കം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ആണ്. റൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് എന്താണ് ബാക്കിയുള്ളത് അല്ലേ, റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് എന്ത്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണെന്ന്. വില്ലും ഷാലും യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, പാസ്റ്റിന്റെ ബാക്കിയായിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, സിമ്പിൾ ഫ്യൂച്ചറും കൂടെ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇനി ഫ്യൂച്ചർ ടെൻസിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.